അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമേ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമേ ബലിവേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, ബലിയായി നൽകുന്നു ഞാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി പീഡകൾ ആരനുഭവിക്കുന്നുവോ അവൻ ക്രിസ്തു നാമത്തിൽ പീഡകൾ അനുഭവിക്കുന്നവനാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു എന്ന നേതാവ് തൻ്റെ അണികൾക്ക് എന്ത് ലഭിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആദ്യമേ കൂട്ടിച്ചേർക്കുകയാണ്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, സിനഗോഗിലേക്ക് വലിച്ചിഴക്കപ്പെടും, അല്ലെങ്കിൽ നീതിപീഠത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. എന്തുകൊണ്ടാണ്? അത് സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയിട്ടാണ്. സാക്ഷിയായിരിക്കുവാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമില്ല. സാക്ഷിയാവണമെങ്കിൽ ആദ്യം കാണണം, അല്ലെങ്കിൽ ആ അനുഭവത്തിൽ പങ്കാളിത്തം വഹിക്കണം. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ ആദ്യം കാണണം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിക്കണം. ഈ അനുഭവിച്ച സത്യത്തിന് വേണ്ടി മാത്രമേ ഒരുവന് നിലകൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. സഭയുടെ ചരിത്രം എടുത്തു നോക്കിയേ, എന്തുമാത്രം രക്തസാക്ഷികളാണ് സഭയ്ക്കുള്ളത്. കാരണം അവർ അനുഭവിച്ച ക്രിസ്തുവിനെ സാക്ഷ്യം നൽകാതിരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവർ അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവനെ ഒന്ന് അനുഭവിച്ചാൽ പിന്നെ അവന് വേണ്ടി നിലകൊള്ളാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതാണ് ക്രിസ്തു എന്ന് പറയുന്ന സത്യം. ക്രിസ്തു നമ്മെ രക്ഷിച്ചവനാണ്, നമുക്ക് വേണ്ടി സഹിച്ചവനാണ്, നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിക്കുവാനായിട്ട് തയ്യാറായവനാണ്. നമ്മളെ സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഈ വലിയ സഹോദരൻ നന്ദി പറയുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ ക്രിസ്തു എന്ന സഹോദരൻ നമ്മോട് പറയും, നന്ദിയല്ല പറയേണ്ടത്, നിന്റെ ജീവിതം എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി രക്ഷിക്കുവാനായിട്ട് വിലയുള്ളതാണ് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ ആ വിലയുള്ളവനായി, ജീവൻ വിലയുള്ളവനാണ് എന്ന് കരുതി ജീവിക്കുവാനായിട്ട് അവൻ നമ്മെ പ്രേരിപ്പിക്കും. ഈ ക്രിസ്തുവിന് വേണ്ടി പിന്നെ സാക്ഷിയായി തീരാതിരിക്കുവാനായിട്ട് ക്രൈസ്തവന് കഴിയുകയില്ല. അതാണ് സഭയുടെ ചരിത്രവും. നമുക്ക് ഇന്നീ ദിവസം പ്രാർത്ഥിക്കാം. ഈശോയെ, നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പിന്നാലെ കൂടിയാൽ സഹനങ്ങളും പീഡകളും ഒക്കെ ഉണ്ടാവുമെന്ന്. ദുർബലരായ മനുഷ്യരാണ് ഞങ്ങൾ. ഏറെ സഹായിക്കണമേ, ശക്തി നൽകണമേ, വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് കൃപ നൽകണമേ. സഹനം ജീവിതത്തിൽ വന്നപ്പോൾ സങ്കടപ്പെട്ടവരാണ്, പരാതിപ്പെട്ടതാണ്, എവിടെ ഈ ദൈവമെന്ന് ചോദിച്ചവരാണ്. മാപ്പ്, നീ ഞങ്ങളേറെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് ഞങ്ങളേറെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിവബലി കൃതജ്ഞതയുടെ ദിവബലിയായിട്ട് അർപ്പിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന ബോറിസ് ഫോർട്ട് മാർട്ടിൻ പയസ്, അതോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ദിവബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ലിദിയ ജോൺ മാത്യു, ജോർജ് പിയേഴ്സൺ, ഡിക്കോത്തോ ഫാമിലിയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
മേറ, ഐറിൻ സീസർ, ഗ്രീറ്റ, ജിമ്മി ലോ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മരണമടഞ്ഞു പോയ എല്ലാവരെയും നിമിഷം ഓർക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ പിതാവായ ദൈവമേ, വിശുദ്ധ കാതറിനെ കന്യകയും അജേയമായ രക്തസാക്ഷിയുമായി അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധിയുടെ മധ്യസ്ഥതയാൽ വിശ്വാസത്തിലും സ്ഥിരതയിലും ഞങ്ങൾ ശക്തിപ്പെടുവാനും സഭയുടെ ഐക്യത്തിനായി തീഷ്ണതയോടുകൂടി അധ്വാനിക്കുവാനും അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാനുണ്ടായ വെളിപാട്. അത്ഭുതകരമായ ഒരു വലിയ അടയാളം സ്വർഗത്തിൽ നിന്ന് ഞാൻ കണ്ടു. 7 മാലാഖമാർ 7 മഹാമാരികളോട് കൂടെ നിൽക്കുന്നു. അതോടെ ദൈവകോപം പൂർത്തിയായിരുന്നു. അഗ്നി കലർന്ന ഒരു പളങ്കുകടലും ഞാൻ കണ്ടു. ദുഷ്ടമൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും അതിൻ്റെ നാമസംഖ്യ വഹിച്ചിരുന്നവരെയും പരാജയപ്പെടുത്തിയവർ വീണകളുമായി ആ പളങ്കുകടലിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവദാസനായ മൂശയുടെയും കുഞ്ഞാടിൻ്റെയും ഗാനം ആലപിച്ചുകൊണ്ടിരുന്നു. സർവശക്തനും ദൈവവുമായ കർത്താവേ, യുഗങ്ങളുടെ രാജാവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. കർത്താവേ, ആര് അങ്ങയെ ഭയപ്പെടാതെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താതെയും ഇരിക്കും? എന്തെന്നാൽ അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. അങ്ങയുടെ ന്യായവിധികൾ സ്പഷ്ടമാകിയാൽ സകല ജനപദങ്ങളും അങ്ങയെ ആരാധിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. കർത്താവിന് ഒരു നവ്യഗാനം ആലപിക്കുവൻ. എന്തെന്നാൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തു. അവിടുത്തെ വലതുകരവും വിശുദ്ധ ഭുജവും വിജയം നേടി. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. കർത്താവ് തൻ്റെ രക്ഷ വെളിപ്പെടുത്തി. വിജാതിയരുടെ മുൻപിൽ തൻ്റെ നീതി അവിടുന്ന് പ്രദർശിപ്പിച്ചു.
ഇസ്രായേൽ ഗോത്രത്തോടുള്ള തൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവിടുന്ന് അനുസ്മരിച്ചു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. സമുദ്രം അതിൻ്റെ പൂർണ്ണതയോടുകൂടെ ഉജ്ജ്വലിതമാകട്ടെ. ഭൂഗോളവും അതിലെ നിവാസികളും സഞ്ചലിതരാകട്ടെ. നദികൾ ഹസ്തഘോഷം മുഴക്കട്ടെ. പർവ്വതങ്ങളും അവയോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ആഹ്ലാദിക്കട്ടെ. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. എന്തെന്നാൽ അവിടുന്ന് വരികയാണ്, ഭൂമി ഭരിക്കാനായി വരികയാണ്. അവിടുന്ന് ഭൂഗോളത്തെ നീതിയോടെയും ജനങ്ങളെ ന്യായപൂർവവും ഭരിക്കുന്നു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ്റെ മുൻപിൽ ഹാജരാകാൻ അർഹത ലഭിക്കേണ്ടതിന് സദാ പ്രാർത്ഥന നിരതരും ജാഗരൂകരുമായിരിക്കുവൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിൽ കരുതിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്കാർക്കും ചെറുത്ത് നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റുകൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ പങ്കുവയ്ക്കട്ടെ. സമർപ്പിച്ചിടാം, സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിൻ അൾത്താരയിൽ. ഈ കാസയിൽ ഉരുമിഴി നേർക്കണമായി എൻ ജീവിത ദുഃഖം ലയിച്ചിടട്ടെ. സമർപ്പിച്ചിടാം, സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിൻ അൾത്താരയിൽ. നാഥാ, നീ തന്നതെല്ലാം ഓർക്കുന്നു നിന്റെ മുൻപിൽ. നാഥാ, നീ തന്നതെല്ലാം ഓർക്കുന്നു നിന്റെ മുൻപിൽ. നിറഞ്ഞിടുമെൻ മനം കൃതജ്ഞതയാൽ. ഇല്ലായ്മയോർത്തു ഞാനിനിമേൽ തളരില്ല. നിറഞ്ഞിടുമെൻ മനം കൃതജ്ഞതയാൽ. ഇല്ലായ്മയോർത്തു ഞാനിനിമേൽ തളരില്ല. എന്നെൻ്റെ ഉള്ളം മന്ത്രിക്കുന്നു,
സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിൻ അൾത്താരയിൽ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അംഗീകരണം നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, കന്യകയായ വിശുദ്ധ കേതനിൽ അങ്ങേ വിസ്മയ കർമ്മങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് സ്വീകാര്യമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷാ ദൗത്യവും അങ്ങേക്ക് സ്വീകാര്യമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ കാതറിൻ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടിപ്പിക്കുകയും ദുർബലരായ മനുഷ്യരെയും സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ച് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോലേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹനാനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗപീഠകൾ മൂലം, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റു പീഡകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ധൈര്യവും വിശ്വാസവും അവർക്ക് ഏറെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനാനുഭവത്തിൽ തളർന്നു പോയവരെയും തകർന്നുകൊണ്ടിരിക്കുന്നവരെയും വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഇനി എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല, പരാജയപ്പെടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന എല്ലാവരെയും, ജീവിതം മടുത്തവരെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, സഹിക്കുന്നവൻ ദൈവപുത്രനാണ്. കാരണം ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമേ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുകയുള്ളൂ. സഹിക്കുമെന്നും സഹിച്ചാൽ കൂടെ നിൽക്കുമെന്നും എന്നും വിചാരിക്കുന്നവർ മാത്രമേ ഈശോ കൂടെ കൂട്ടാറുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ സ്തോത്രയാഗ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് സമ്മാനിച്ച എല്ലാ സഹനങ്ങളെയും അങ്ങയുടെ കാസിയോടും പിലാസിയോടും ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു. പരാതിപ്പെട്ട ഇന്നലകളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ, ഏറെ സഹിക്കുന്ന എല്ലാവരോടും ചേർത്ത് വെച്ച് ഞങ്ങളുടെ സഹനവും നിൻ്റെ കുരിശിൻ്റെ യാഗത്തോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കും ഈ ലോകത്തിന് മുഴുവനും
രക്ഷയായിട്ടത് മാറട്ടെ. മനസ്സിന് ധൈര്യവും വിശ്വാസവും നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമടയ സ്വർഗനാഥനെന്നെ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേകും
ദൈവമേ സർവസ്വമേ, ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായ അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ. അലിവോടെ നിൻ മകനാക്കണേ. ലോകപാത ഞാൻ വെടിയാം. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനെന്നിലാഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ആഴിയേക്കാൾ ആഴമേറും ശാന്തിയായി നീ ഒഴുകി വരൂ. സൂര്യനേക്കാൾ ശോഭയേറും ദീപമായി നീ തെളിഞ്ഞുയരൂ. ആപത്തിലും പാപത്തിലും ആശയേകി വന്നിടണേ. ആശ്വാസമായി ആലംബമായി ആത്മധാരൻ വാണിടണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ദിവ്യദാനങ്ങളിൽ പങ്കുചേർന്ന പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കാതറിൻ്റെ മാതൃകയാൽ യേശുവിൻ്റെ പരിത്യാഗം ഞങ്ങളുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങയോട് മാത്രം ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സ്വർഗ കവാടം തുറക്കൂ, നാദാ കാരുണ്യവായ് പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നവല്ലോ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ലിഡിയ, ജോൺ മാത്യു, ജോർജ് പിയേഴ്സൺ, ഡിക്കോത്തോ കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാവരും, മൊയറെ, എറിൻ സീസർ, ഗ്രീറ്റ, ജിമ്മി ലോ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിവരമേൽ പ്രകാശിക്കുകയും ഈ ചെയ്യട്ടെ. സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ,
വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.